ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 4 മണിയുടെ പലഹാരം എന്ന് പറയുന്നത് ആവിയിൽ വേവിച്ചതാണ് കേട്ടോ. എന്നും നമ്മൾ എണ്ണ പലഹാരം വേണ്ട. അപ്പോൾ അടയെണ്ണം ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം എല്ലൊന്ന് മുറിച്ച് വെക്കണം കേട്ടോ. എത്ര എണ്ണം വേണം നമുക്കറിയാം. എന്നിട്ട് എല്ലൊന്ന് ചെറുതായിട്ട് ഗ്യാസിലൊന്ന് വാട്ടിയെടുക്കുക, പൊട്ടി പോകാതിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കുക. ശർക്കര ഉരുക്കുമ്പോൾ കുറച്ച് വെള്ളം വയ്ക്കണം. വെള്ളം അധികമായി ഇലയിൽ നിന്ന് നമ്മുടെ ഇതൊക്കെ പൊട്ടി പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹെൽത്തി ആക്കണമെങ്കിൽ നേന്ത്രപ്പഴമോ നല്ല പൂവമ്പഴമോ പുളിയില്ലാത്ത ഏത് പഴം വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴമാണ് കുട്ടികൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കില്ല. ഇതിലൊരു ഡ്രോപ്പ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിൽ വെള്ളമൊക്കെ വറ്റുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരിപ്പൊടി കുഴച്ചെടുക്കാം. അരിപ്പൊടി ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അട നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അടയുടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് ഗ്ലാസ് കേട്ടോ, ഒരു ഗ്ലാസ് അതിലേക്കുള്ള അളവാണ് പറയുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് എല്ലാ ഇലയും പരത്തി വെച്ചിട്ട് അതിലേക്കുള്ള ബോൾസുകൾ വയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് പാകത്തിന് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കുറഞ്ഞു പോവും കൂടി പോവും അളവറിയാത്തവർക്കാണ്. അപ്പോൾ ഇലയിൽ ആദ്യം തന്നെ നമുക്ക് മാവൊക്കെ ഒന്ന് പരത്തി വയ്ക്കുക. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിലേക്കുള്ള ശർക്കര പാൻ ഒഴിച്ചു കൊടുക്കുക. ശർക്കരയും തേങ്ങയും പഴവും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ അത് നല്ലോണം കൈ വെച്ചിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇടയ്ക്കൊന്ന് വെള്ളം തൊട്ട് പരത്തി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിന്നായി കിട്ടും കേട്ടോ. ഒരു പാത്രത്തിൽ സൈഡിൽ വെള്ളം വെച്ചാൽ മതി, കുറച്ചും കൂടെ അട തിന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ അടയും ആദ്യമായിട്ട് ഒന്ന് പരത്തി വയ്ക്കാം. അതിന് ശേഷം അതിലേക്കുള്ള ശർക്കരയും ഇതും വിളയിച്ചത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിത് മടക്കുമ്പോൾ ഏത് സൈഡിലാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ മാവിൻ്റെ ഭാഗത്തേക്ക് ഉള്ളിൽ നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് മടക്കുക. അപ്പോൾ അടയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ആയി കിട്ടും. അല്ലാതെ ഫുള്ള് നമ്മൾ അടയിൽ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇല തിരിച്ച് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ സൈഡിലേക്കും നമ്മുടെ ശർക്കരയുടെ മാവ് എല്ലായിടത്തേക്കും പാകമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ അടയും നമുക്ക് പരത്തിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം തിളച്ചിട്ടുണ്ടാവും. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം അത് ആവി കയറ്റാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് വയ്ക്കുമ്പോൾ തിരിച്ച് വെക്കണേ. എല്ലാം ഒരു സൈഡിലേക്ക് വെക്കരുത്. ഒന്ന് ഈ സൈഡിലോട്ട് വെച്ച് ഒന്ന് മറ്റേ സൈഡിലേക്ക് വെക്കണം. പിന്നെ അടവെന്തോന്ന് നോക്കാനായിട്ട് അല്ലേന്ന് ഇങ്ങനെ വിട്ടു പോകണ പാകമാകുമ്പോൾ നമ്മുടെ അടവെന്തോന്ന് അറിയാം കേട്ടോ. അപ്പോൾ ആർക്കും വേണമെങ്കിലും അട ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി. കുട്ടികൾക്ക് നമുക്ക് ആവിയിൽ വേവിച്ച പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അട തയ്യാറായിട്ടുണ്ട്. താങ്ക്